ഷേപ്പിലോ കളറിലോ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ എടുത്തു വെക്കല എനിക്കിപ്പോൾ ഒരു ശീലമായിട്ടിരിക്കുക. അങ്ങനെ എടുത്തു വെച്ചൊരു സാധനമാണ് ഈ സ്മൂതിൻ്റെ കുപ്പി. എന്നാലും ഇതിനെ കൊണ്ട് ഇത്ര അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഒറ്റ അടിക്കേണ്ട വൈറ്റ് പെയിൻ്റ് അടിച്ച പോലെ തോന്നുമെങ്കിലും ഞാനത് ഫെവിക്കോൾ തേച്ചാണ്. ഈ കുപ്പി ഐസ്ക്രീം സ്റ്റിക്കൊക്കെ കണ്ട കുറച്ചാക്കെങ്കിലും കാര്യം കത്തിയിട്ടുണ്ടാവും. കുറച്ച് നാളായിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ ഫേവറേറ്റ്സ് ആക്കി വെച്ച സാധനമാണ് ഈ പെൻ ഹോൾഡർ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ. അതിലൊരു സബ്സ്ക്രൈബർ പറഞ്ഞ കാര്യമാണ് പെൻ ഹോൾഡർ ഉണ്ടാക്കുമോയെന്ന്. എന്തായാലും ഞാൻ ചെയ്യാനിരുന്ന കാര്യമാണ്. പിന്നെ ആളെ ചോദിക്കും കൂടി ചെയ്തപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് കുറച്ചൊന്ന് കൂടി. എന്നാൽ പിന്നെ പിടിച്ചോ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളതും ടേബിളൊന്ന് പിൻട്രസ്റ്റി ആക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു പെൻ ഹോൾഡർ. ഈ അലങ്കോലപ്പണികളൊന്നും ഇല്ലെങ്കിലും ആളൊരു എസ്തെറ്റിക് വൈബ് തരുന്ന ആളാണെങ്കിലും നമ്മളെ കുറച്ചൊരു ഷോ ഓഫ് എന്തായാലും വേണ്ടേ. പൊതുവേ ഞാൻ ഈ ഒരു മേഖലയിൽ വൻ തോൽവി അറിയിച്ച ആളാണെങ്കിലും ഇത് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ആഹാ, പറഞ്ഞു തരുമ്പോഴത്തേക്ക് കണ്ണുമുക്കം വെച്ച് കൊളാക്കിയല്ല. ഇനി പിൻട്രസ്റ്റ് വൈബുള്ള ഒരു പെൻ ഹോൾഡർ ഇല്ലാന്ന് പറഞ്ഞാൽ ആരും കരയില്ലല്ലോ. ഇതൊക്കെ കണ്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ അറിയാം. എന്നാലും എപ്പോഴും പറയുന്ന പോലെ ഇതുപോലെയുള്ള കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ കമൻസും അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.